ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ്. കർഷക മാർച്ചിൽ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. ഇപ്പോൾ മാർച്ച് താൽക്കാലികമായി നിർത്താൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുമുണ്ട്. സിബി ജോസഫ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സിബി, കർഷക മാർച്ച് ഇന്നുണ്ടാകുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ സമാനമായ രീതിയിൽ കർഷകരെ കേന്ദ്ര സർക്കാർ നേരിടുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിക്കുന്നുണ്ട് കേന്ദ്രം. എങ്ങനെയാണ്, എപ്പോഴാണ് ചർച്ച നടക്കുക? വിവരങ്ങൾ എന്തൊക്കെ? ഈ ചർച്ചയുടെ സമയം സംബന്ധിച്ച് ഇപ്പോൾ അറിയിച്ചിട്ടില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി എന്നാണ് ഇപ്പോൾ കർഷക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്നും കർഷകർ ദില്ലി ചലോ മാർച്ച് നടത്തിയത്. കാർഷികർക്ക് മിനിമം താങ്ങുവില, കാർഷിക കടകൾ എഴുതി തരുക അടക്കമുള്ള നിരവധി 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവരുടെ ഈ ഒരു മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാർച്ചിനെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും കേന്ദ്ര സേനയും പോലീസ് സേനയെയും വിന്യസിച്ച് വലിയ രീതിയിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടുള്ള ഒരു തടസ്സമാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല അവിടെ ടിയർ ഗ്യാസ്, കണ്ണീർവാതകം അടക്കം പ്രയോഗിക്കുകയും നിരവധി കർഷകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സംഘർഷാവസ്ഥയ്ക്കും അവിടെ കാരണമാവുകയും ചെയ്തു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള അറിയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, നേരത്തെയും കഴിഞ്ഞ ഫെബ്രുവരിയിലും കേന്ദ്ര സർക്കാർ നിരവധി തവണ ചർച്ചയ്ക്ക് തയ്യാറായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇപ്പോഴും ഈ ഒരു മിനിമം താങ്ങൂല അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്രത്തോളം വിജയകരമാണെന്നുള്ള കാര്യവും നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായി. ആ ഒരു പശ്ചാത്തലത്തിൽ ശരി സിബി, എന്തായാലും കേന്ദ്രം വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല കർഷകരോട്. പക്ഷേ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ആ ചർച്ച നടക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകിയത് സിബി ജോസഫ്.